സ്വാഗതം. നോക്കൂ, നമ്മുടെ സ്കൂളുകളൊക്കെ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നൊരു കാലമാണ് കടന്നു പോകുന്നത് എന്നത് നമുക്കറിയാവുന്നതാണ്. വലിയ അവകാശവാദങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷേ ഒരിടത്തൊരു പ്രശ്നമുണ്ടായാൽ അതും പരിഹരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം, അല്ലേ? അങ്ങനെ ഒരിടത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മൾ. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിലം പൊത്താറായ ഒരു സർക്കാർ വിദ്യാലയത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. പൊളിഞ്ഞു വീഴാറായ വാടക കെട്ടിടത്തിലാണ് നെടിയിരുപ്പ് GLP സ്കൂൾ പ്രവർത്തിക്കുന്നത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പഠിക്കേണ്ടവരല്ല, അല്ലെ? സ്കൂളിനായി സ്ഥലം വാങ്ങാനുള്ള 72.5 ലക്ഷം രൂപ സമാഹരിച്ചു കഴിഞ്ഞു. ഇനി നഗരസഭയിൽ വകയിരുത്തിയ 25 ലക്ഷം കൂടി കിട്ടണം. അതും കാലങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. സോണൽ കൃഷ്ണ പറഞ്ഞു തരും എന്താണ് സംഭവിച്ചത് എന്ന്. മന്ത്രി അപ്പൂപ്പ, ഞങ്ങൾക്ക് നല്ല പഠിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പോൾ LKG മുതൽ 5ാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്കൂളിൽ ഞങ്ങൾ പഠിക്കൽ. മഴ പെയ്താൽ ബാഗും ബുക്കൊക്കെ നനഞ്ഞ് ഒക്കെ ആയി കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കണേ. അത് ഞങ്ങൾ ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കാൻ പറ്റില്ല. ടീച്ചറിനേറ്റ് മാവിന്റെ ചോട്ട് വന്ന് അവിടെ നല്ല ശബ്ദമാണ്. ബുക്കിക്ക് വെള്ളമായി പഠിക്കാൻ പറ്റൂല. മന്ത്രി അപ്പൂപ്പ, ഞങ്ങൾക്ക് വേണം നല്ല ഹൈടെക് സ്കൂള്. ഞങ്ങളെ സ്കൂളിൻ്റെ പുറത്തൊക്കെ ഉള്ള സ്കൂളൊക്കെ നല്ല ഹൈടെക് സ്കൂളായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണം ഒരു ഹൈടെക് സ്കൂള്. കേട്ടില്ലേ? കൊണ്ടോട്ടി നഗരസഭയിലെ നെടിയിരുപ്പ് GLP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സങ്കടമാണ് അവർ ഈ പറഞ്ഞത്. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് ഈ ദൃശ്യങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഏത് നിമിഷവും തകർന്നു വീഴാൻ പാകത്തിലാണ് ഈ വാടക കെട്ടിടമുള്ളത്. കഴിഞ്ഞ 111 വർഷമായി ഈ വാടക കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. പ്രതിസന്ധിക്ക് കാരണം ഈ സ്കൂള് ഏകദേശം 111 വർഷം പഴക്കമുള്ള സ്കൂളാണ്. അപ്പോൾ വാടക കെട്ടിടത്തിലായതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനുള്ള ഒരു ഫണ്ടും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ മറുപടി, സ്കൂളിൻ്റെ സ്ഥലം വാങ്ങിക്കാനുള്ള ഫണ്ട് ലഭ്യമല്ല. ഒരു സ്കൂളെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് ശരിക്ക് ഈ നാടിന് കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജും കൂടി ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ രക്ഷിതാക്കളും കുട്ടികളെ ചേർത്തുന്നത് ഈ സ്കൂളിൻ്റെനോടുള്ള ഒരു താല്പര്യം കൊണ്ട്, ഒരു സർക്കാർ സ്കൂൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ ക്ലാസ് റൂമുകൾ വെറും തട്ടിക്കൊണ്ട് മറിച്ചതാണ്. അപ്പോൾ ഒരു ക്ലാസ് എന്നുള്ള സൗണ്ട് കൊണ്ട് മറ്റേ ക്ലാസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശക്തമായ മഴ പെയ്യുമ്പോൾ എനിക്ക് പേടിയാണ് കുട്ടികളെ കാരണം പ്രീ പ്രൈമറി മുതൽ ചെറിയ 3 വയസ്സ് വരെയുള്ള തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതുപോലൊരു സ്കൂൾ കെട്ടിടത്തിലിരുന്നാണോ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് സർക്കാരെ എന്നൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷെഫീഖ് കറുളായിക്കൊപ്പം വി സോണൽ കൃഷ്ണ, റിപ്പോർട്ടർ, മലപ്പുറം. ശരി, ആ ചോദ്യത്തിന് ഇങ്ങനെയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് എന്ന് സർക്കാരിൽ നിന്നൊരു മറുപടിയും തീരുമാനവും എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.